റെഡ് ഹാൻഡഡ് ടാമറിൻ എന്ന് പറഞ്ഞൊരു കുരങ്ങാണ് കേട്ടത്. കൈയിന്റെ കാലിന്റെ ഒക്കെ കളർ നോക്കി തരണ്ടുല. പുങ്കന്നൂർ കുള്ളൻ പശു. എന്ത് ചെറുതല്ലേ? ഇതെന്താണ്? ഷിറ്റ്സു. വെൽക്കം ബാക്ക്. അൻവറാണ്. നമ്മൾ കണ്ണൂരുള്ള മാട്ടൂരിലുള്ള പെറ്റ് സ്റ്റേഷനിലാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ബേർഡ്സിന്റെ ആനിമൽസ് ഉണ്ട്. അപ്പോൾ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതിനെ കാണാത്ത സാധനങ്ങളാണല്ലോ. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ ബീച്ചാണ് കേട്ടത്. ഈ ബീച്ചിന് നേരെ ഓപ്പോസിറ്റ് ആണ് പെറ്റ് സ്റ്റേഷൻ. ഇല്ലല്ല കൊടുക്ക്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ചെറിയ ഫിഷിനൊക്കെ അടിക്കുന്നത് ഇതാണ് അരാപ്പയ്മ. അരാപ്പയ്മ. ഓക്കെ, നമ്മളിപ്പോ അരാപ്പയ്മക്ക് ഈ മത്തി കൊടുക്കുന്ന സീനാണ്. നമുക്ക് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ മൂക്കില്ലേ കുറച്ച് ഇങ്ങോട്ട് പോയി. ഒരു മിനിറ്റ്. ഇവിടെ വെള്ളത്തിൽ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ മുട്ടിച്ച് കൊടുത്താൽ മതി. ഓക്കെ, ബാക്കിൽ നിന്ന് ആൾ മാറണേ. മോളെ ഇങ്ങോട്ട് കയറി. ഓക്കെ അല്ലേ മോളെ? കൊടുത്തോ. നല്ല മുട്ടയ്ക്ക്. ഇതാണ് ബംഗാൾ കാറ്റ്. ബ്ലാക്ക് സ്വാന്. ഒരുപാട് സ്പീഷീസ് ആനിമൽസും ബേർഡ്സും ഉണ്ട്. എല്ലാത്തിൻ്റെ പേരെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. പോമറേനിയൻ ഗൂസ്. തലയിലൊരു ഹുഡ് ഉണ്ട് അല്ലേ? ഫെസന്റ്. മിനിയേച്ചർ ഹോഴ്സ്. ശരിക്കും വളരെ കുഞ്ഞനല്ലേ? അമേരിക്കൻ ഒറിജിനൽ ലെഡ് ലോഡ് ആമസോൺ എന്ന് പറഞ്ഞ പക്ഷിയാണത്. ആന്ധ്രാപ്രദേശിലെ പുങ്കന്നൂർ ഗ്രാമത്തിൽ ഉത്ഭവിച്ച ബ്രീഡാണ് അത്രേ പുങ്കന്നൂർ കുള്ളൻ പശു. എന്ത് ചെറുതല്ലേ? ഒട്ടകപ്പക്ഷി. രണ്ടും ഒട്ടകപ്പക്ഷി തന്നെയല്ലേ? ഇത് യമു. മിനിയേച്ചർ ഡോങ്കി. ഒറിജിൻ അമേരിക്കയാണ്. കഴുതിനത്തിൽ അപൂർവമായ കുള്ളം കഴുതി. ഇതാണ് അത്ര പൂർണ്ണ വളർച്ച. ഇത്ര വലുതാവുള്ളൂ. സ്ക്വിറൽ മങ്കി. ഒറിജിൻ അമേരിക്ക. പെറ്റ് നെയിം ടിമോൺ മീർക്കറ്റ്. ഒറിജിൻ ആഫ്രിക്ക. ഇതെന്താണ്? ഷിറ്റ്സു. ഇഗ്വാനാണ്.
ഇഗ്വാന മെക്സിക്കൻ ഒറിജിൻ ആണല്ലേ. റെഡ് ഹാൻഡഡ് ടമറൈൻ ബ്രസീൽ. എന്തോന്നില്ല ചോടി വന്നതാണ്. വൈറ്റ് ടഫ്റ്റഡ് എന്താണ് മർമോസെറ്റ് മങ്കി. അമ്മോ, വൈറ്റ് ടഫ്റ്റഡ് മർമോസെറ്റ് മങ്കി. സ്ഫിങ്സ് കാറ്റ് അല്ലേ, ഒറിജിൻ കാനഡ. ഇത് ഗ്രീൻ ട്രീ പൈത്തണോ. സ്റ്റാർലിംഗ് ഒറിജിൻ ആഫ്രിക്ക. ചാനൽ ബിൽഡ് ട്യൂക്കൻ ഒറിജിൻ ബ്രസീൽ അല്ലേ. ടരണ്ടുല ഗ്രീൻ ട്രീ ഫ്രോഗ് അല്ലേ. കുട്ടികൾക്ക് ഒക്കെയാണ് കൂടുതൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പോയിന്റിൽ ഇവിടെ ഒരു പർച്ചേസിൻ്റെ ഒരു സെക്ഷനുണ്ട്. പെറ്റ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് മാട്ടൂൽ ബീച്ച്. കണ്ണൂരിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ബീച്ചും പെറ്റ് സ്റ്റേഷനും എല്ലാം. അപ്പോൾ ഈ എപ്പിസോഡോട് അവസാനിക്കാൻ കേട്ടോ. ഗുഡ് ബൈ.